ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ എന്താണെന്ന് വെച്ചാൽ പെരുന്നാളൊക്കെയല്ല വരുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിന് മുൻപ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ഇതാ വന്നിട്ടേ ഉള്ളൂ. മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ ഫസ്റ്റ് നിങ്ങളെ കാണിക്കണമല്ലോ, അപ്പോൾ അത് വിചാരിച്ച് എടുത്ത വീഡിയോ കേട്ടോ. പിന്നെ എല്ലാവരും ലൈവിലായാലും അല്ലാതെയൊക്കെ ചോദിക്കലുണ്ട്, നിങ്ങളേത് ഐലൈനറാണ് യൂസ് ചെയ്യല്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ യൂസ് ആക്കുന്ന മേക്കപ്പ് കാര്യങ്ങൾ, ഒരുപാട് മേക്കപ്പ് ഒന്ന് പുട്ടിയിടലുണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ എടുക്കാൻ കാരണം കേട്ടോ. അപ്പം എല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഞാൻ മേക്കപ്പ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ യൂസ് ആക്കുന്നത് കൺസീലർ കേട്ടോ. ഫസ്റ്റ് മേക്കപ്പ് ഇടുന്നതിന് തൊട്ട് മുൻപ് ഇടുന്ന, അതായത് എല്ലാം ഇടുന്നതിന് ഫസ്റ്റ് ഇടുന്ന കൺസീലർ കേട്ടോ. ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഐലൈനർ ഇതാണ്, കാണുന്നുണ്ടോ അറിയില്ല, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് യൂസ് ആക്കുക. പിന്നെ ഐബ്രോ ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്യാറില്ല, ബ്ലാക്ക് എനിക്ക് ഇഷ്ടമല്ല, അപ്പോൾ യൂസ് ആക്കാറില്ല കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്ക് ഷെയ്ഡൊന്നും അറിയില്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് ഈ ഒരു കളറാണ് യൂസ് ആക്കാറുള്ളത്. അപ്പം ഞാൻ ഇനി മേക്കപ്പൊക്കെ ഇട്ടിട്ട് ബാക്കി എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം. നമ്മുടെ വിശേഷങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോങ് വീഡിയോ കുറേ എന്താ പറയുക, മാസത്തിന് ശേഷം ആട്ടെ ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് തന്നെ. ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരു 1-1.5-2 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ടാകണേ. അപ്പോൾ വീഡിയോയ്ക്ക് നമുക്ക് പോവാം. ഞാൻ മേക്കപ്പൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനെല്ലാം റെഡി ആയിട്ടോ, മാറ്റി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫേസ് എന്തോ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ഞാൻ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീരെ സുഖമില്ല എന്നുള്ളത്. അപ്പോൾ മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളെല്ലാം കഴിഞ്ഞു. ഇനി പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. പറഞ്ഞ ടൈമൊക്കെ കഴിഞ്ഞു, 10 മണിന്ന് എന്ന് വിചാരിച്ചു. നമുക്ക് ടൈമൊക്കെ തെറ്റിപ്പോയി, കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സും മേക്കപ്പൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാട്ടൊക്കെ പറയാനുള്ളത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടൊക്കെ ക്ഷമിക്കണം. നമ്മൾ ലോങ് വീഡിയോ പറഞ്ഞ് അധികം എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഓക്കെ, വീഡിയോയ്ക്ക് നമുക്ക് വിശദമായിട്ടുള്ള ഇതിലേക്ക് കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ സ്പ്രേ അടിച്ചിട്ടില്ലായിരുന്നു. എനിക്കിഷ്ടമുള്ള ബ്ലൂ ലേഡി കേട്ടോ. അപ്പോൾ ബ്ലൂ ലേഡിയാണ് ഞാൻ അടിക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഈ ബാഗാട്ടോ കൊണ്ടുപോകുന്നത്. 3 ബാഗുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബാഗ് ഇതാട്ടോ. കൊണ്ടെടുക്കാനും നല്ല സുഖമാണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ബാഗാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജാടയാണ്, പൊങ്ങച്ചം കാണിക്കണം എന്നൊന്നും വിചാരിക്കരുത്. എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളെ കാണിക്കണേ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്, വീണ്ടും വീണ്ടും പറയുകയാണ്. അതുപോലെ ലൈക്ക് അടിക്കണം, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഫസ്റ്റ് ഇങ്ങനെ നമ്മളെടുത്ത് വരുന്നേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം കേട്ടോ. അപ്പം ഞാനിതാ വണ്ടിക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതാ ഞാൻ പുറത്ത് വണ്ടിയിലേക്ക് പോവാണ് കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് തന്നെ കയറി. ഉമ്മ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുടിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞപ്പോൾ അതും കുടിച്ച് വണ്ടിയിൽ കയറുകയാണ് കേട്ടോ. വണ്ടി കയറി. ഇന്നലെ ഉണ്ടായിരുന്ന അത്ര മഴയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. കാലാവസ്ഥ കുഴപ്പമില്ല, വെയിലുണ്ട് മഴയുണ്ട് രണ്ടും കൂടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം എന്താ പറയുക, പരപ്പനങ്ങാടി എത്തി കേട്ടോ. ഞങ്ങൾ വേറൊരു വഴിയായിരുന്നു പോകാൻ വിചാരിച്ചത്, അതിലൂടെ പോകാൻ കഴിഞ്ഞില്ല ഗെയ്സ്. അപ്പോൾ പരപ്പനങ്ങാടി വഴിയാണ് പോണേ. അപ്പോൾ ഞങ്ങളിതാ അവിടെ ഷോപ്പിലെത്തിയിട്ടാ. ചെമ്മാട് ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. ഈ ഷോപ്പ് ഞാൻ ഇത് എന്താ പറയുക, ചെമ്മാട് എടുക്കാൻ തന്നെ കാരണം ഒന്നും കൊണ്ടല്ല, ചെമ്മാട് ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈയിടെയായിട്ട് ഇപ്പോൾ അടുത്ത് കണ്ണൂർ കാസർഗോഡ് വഴി പോയി വരുന്ന സമയത്ത് ഞാൻ കണ്ടതായിരുന്നു ചെമ്മാട് ഒരുപാട് ഷോപ്പുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പുള്ള കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും
ജസ്റ്റ് ഇവിടെ വന്ന് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു ഷോപ്പിലല്ല, ഈ ഷോപ്പ് ഞാൻ അന്ന് കണ്ടിട്ടില്ല, പോകുന്ന വഴിയിൽ ഞാൻ ഈ ഒരു ഷോപ്പ് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. നല്ല സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളി സെലക്ഷനാണ് കേട്ടോ. നമുക്ക് അവിടെ പോയാൽ എന്തായാലും ഇഷ്ടപ്പെടാതെ നിങ്ങൾ ഇറങ്ങിപ്പോരില്ല. കാരണം അത്രയും നല്ല സെലക്ഷനുള്ളൊരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഷോപ്പാണ്. ചുരിദാർ മെറ്റീരിയൽ ആയാലും എന്താ പറയുക, ടോപ്പ് ഗൗണ്, നമുക്ക് എന്താണോ വേണ്ടത്, ഏത് കളറാണോ വേണ്ടത്, എല്ലാ ഒരു സൈസ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരുപാട് അവരുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ സൈസിലും അവൈലബിൾ ആണ്. അത്രയും അടിപൊളി കളറായാലും നല്ല പ്രിൻ്റ് ആയാലും ഞാൻ ഈ ഒരു എണ്ണത്തിലാട്ടോ ഞാൻ ഒരെണ്ണം എടുത്തത്, സെലക്ട് ചെയ്തെടുത്തത്. എനിക്ക് നല്ല ഇഷ്ടമായ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാനങ്ങ് ജസ്റ്റ് എടുത്തു. കുഴപ്പമില്ലാത്ത റേറ്റും ഉണ്ട് കേട്ടോ. ഷോപ്പിൻ്റെ ഇതുപോലെ തന്നെ ഡ്രസ്സ് ഭംഗി കാര്യങ്ങളൊക്കെ നോക്കുന്ന പോലെ തന്നെയാണ്, കുഴപ്പമില്ലാത്ത റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ബ്ലാക്ക് ഇതും എടുക്കണം എന്നിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാനൊരു യെല്ലോ നോക്കിയിരുന്നു, യെല്ലോക്ക് ഡ്രസ്സ് ചെയ്ത് നോക്കി, പക്ഷേ അതും ഞാൻ എന്താക്കി എടുത്തില്ല. സൈസ് എനിക്ക് കറക്റ്റ് എല്ലാം തോന്നിയപ്പോൾ അവിടെ വെച്ചു. ഇപ്പോൾ പെരുന്നാളാണ് വരുന്നത്, അതുപോലെ തന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് വരുന്നത്, പിന്നെ മുനീഫ്ക്കൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അങ്ങനെ എല്ലാം കൂടെ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്രാവശ്യം പൊളിയാക്കാമല്ലോ, ഒരു പ്രാവശ്യം പൊളിയാക്കാറില്ല, അപ്പോൾ ഇപ്രാവശ്യം പൊളിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിയത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ 2 ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ നിങ്ങൾ ഗസ് ചെയ്യട്ടെ ഞാൻ ഏത് ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബില്ല് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതാട്ടോ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അടിപൊളി നല്ല ഷോപ്പാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് നോക്കി സെലക്ട് ചെയ്യുക. അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് അവരുടെ അടുത്ത് അവൈലബിൾ ആട്ടോ, എല്ലാ സൈസിലും അവൈലബിൾ ആണ്. നമ്മളൊക്കെ വാങ്ങിച്ചു, ബില്ലൊക്കെ കിട്ടിയതാ പുറത്തിറങ്ങിയ കേട്ടോ. എല്ലാം വാങ്ങിച്ചു പുറത്തിറങ്ങുകയാണേ. വണ്ടി കയറി നമ്മൾ അവിടുന്ന് തിരൂരിലേക്ക് തന്നെ തിരിച്ചു പോരാട്ടെ. ഏകദേശം ഉച്ച ടൈമായി. അപ്പം നമ്മളിതാ ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് തിരൂർ വന്ന് കഴിക്കാമല്ലോ, ചെമ്മാട് തന്നെയാണ് ടിപ്പുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ആ പാടങ്ങളും ആ ഒരു ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഒന്ന് പകർത്തി നമ്മുടെ സ്ക്രീനിൽ. അങ്ങനെ നിങ്ങളെയും കാണിക്കാമല്ലോ, ചെമ്മാടൊക്കെ കാണിക്കാമല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തിരൂരിലേക്ക് പോവാണ്. ഫുഡ് കഴിക്കണം എന്നുള്ള തീരുമാനമൊന്നും ഇല്ലായിരുന്നു, പിന്നെ ഏതായാലും പുറത്തിറങ്ങിയതല്ലേ, ജസ്റ്റ് ഒന്ന് കഴിച്ച് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അങ്ങനെ ഫുഡ് അടിക്കുക എന്നുള്ള പ്ലാനിങ്. ആദ്യം ഞങ്ങൾ അൺലിമിറ്റഡ് ബിരിയാണിയാണ് വിചാരിച്ച്, പിന്നെ അതൊക്കെ പോയി സോഫി മന്തി പോവാന്നുള്ളൊരു പ്ലാനിങ് കേട്ടോ. തിരൂർ നമ്മുടെ താഴെപ്പാലം സോഫി മന്തി വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വന്ന് നിങ്ങൾ കഴിക്കണം എന്നാട്ടോ പറയാനുള്ളത്. അടിപൊളിയാണ്. ഞാൻ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഒരുപാട് എന്താ പറയുക, അവിടെ ഫുഡ് കഴിക്കുന്ന ആളുകളുടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലാവരുതല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ല. ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് പിന്നെ ഹണിയിലാണ് കേട്ടോ. ഹണി അൽഫാം മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. നമ്മളിതാ വീട്ടിലേക്ക് ഇതാ തിരിച്ച് പോരുകയാണ് കേട്ടോ. താഴെപ്പാലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു, ഫുഡ് അടി കഴിഞ്ഞു. ഒരാൾ അടുത്തിരുന്ന് ചിരിക്കണ്. പിന്നെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. ഇൻഷാ അള്ളാ പെരുന്നാൾക്ക് നിങ്ങളെ ഡ്രസ്സ് ഇപ്പം കാണിച്ചു തരണില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏത് ഡ്രസ്സ് എടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഗസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ എന്താണ് പെരുന്നാൾക്ക് ചിരിക്കില്ലേ, എന്താ ഇങ്ങനെ പെരുന്നാൾക്ക് നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൈസ് പിന്നെ എന്താ പറയാനുള്ളത്, അപ്പം അതൊക്കെയാണ്. നമ്മൾ തിരൂരിന്ന് ഇപ്രാവശ്യം ഡ്രസ്സ് എടുത്തില്ല, അതാണ് പറയാനുള്ളത്. പ്രതിഷേധം. നമ്മൾ എല്ലാ പ്രാവശ്യം തിരൂരിൽ നിന്നാട്ടോ ഡ്രസ്സ് എടുക്കാറുള്ളത്. ഇപ്രാവശ്യം നമ്മൾ തിരൂരിൽ നിന്ന് ഡ്രസ്സ് എടുത്തില്ല. ഒന്നും കൊണ്ടല്ല, കാരണം ഒന്നുണ്ട്. ഞാൻ ഇപ്പം അടുത്ത് കാസർഗോഡ് പോയി തിരിച്ച് വരുമ്പോൾ നമ്മുടെ ചെമ്മാട് വഴിയാണ് വന്നത്. അപ്പം ചെമ്മാട് അങ്ങ് കളറായിരുന്നു ഗൈസ്. ആ കളർ കണ്ടപ്പോൾ ഞാൻ അതിൽ മയങ്ങിപ്പോയി ഗൈസ്. അപ്പം എന്താക്കി, ഇപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് പെരുന്നാൾ കളറാക്കണം വിചാരിച്ച് ചെമ്മാട് അടിപൊളി ഷോപ്പുകൾ, ഒരുപാട് ഷോപ്പുണ്ട്. മാഷാ അല്ലാ അടിപൊളിയാട്ടോ, ചെമ്മാട് തന്നെ അടിപൊളി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഷോപ്പിൽ കയറി. പുതിയൊരു ഷോപ്പാണ്, കുഴപ്പമില്ലാത്ത നല്ല റേറ്റും ഉണ്ട്, നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ. റേറ്റിനനുസരിച്ചുള്ള കളക്ഷനും കാര്യങ്ങളും നമ്മൾ ഒരിക്കലും കുറ്റം പറയല്ല. നല്ല ഡ്രസ്സ് അങ്ങ് കിട്ടി, ഞാനും സിസ്റ്ററും ഒക്കെ എടുത്തു കേട്ടോ. അപ്പം അങ്ങനെ ഇപ്രാവശ്യത്തെ പെരുന്നാളൊക്കെ പൊളിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ വെയിറ്റ് ചെയ്ത് നമുക്ക് കാണാം.
അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇനിയും ലോങ് വീഡിയോവുമായിട്ട് ഞാൻ ഇനിയും മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്നും സ്നേഹം മാത്രം നിങ്ങളോട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ സോറി ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ.